ഒരു സൈക്കോ ഫിലിമാണ്. രാജ്ബി ഷെട്ടി അപർണ പോലെ ക്യാരക്ടർ ചെയ്തേക്കുന്നത് തിയേറ്റർ വാച്ച് പ്ലേ തന്നെയാണ്. അത് രാജ്ബി ഷെട്ടി വളരെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേക്കിംഗ് സ്റ്റൈലൊക്കെ പറയുന്നുണ്ട്. ഒരു ഒന്നേ വാച്ച് പ്ലോട്ട് തിയേറ്റർ കാണാൻ പറ്റുന്ന തന്നെയാണ്. അപർണ കർത്താടി പടം എങ്ങനെയുണ്ട്? നല്ല എങ്ങനെയുണ്ട് അപർണയുടെ ആക്ടിങ് കാര്യങ്ങളൊക്കെ ആക്ഷൻസും ഒക്കെ? അപർണയുടെ ആക്ഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൈക്കോ പടം ഇഷ്ടപ്പെട്ടോ? സസ്പെൻസ് ആണ് പടം. നല്ല പടം. അപർണ എങ്ങനെയുണ്ട്? അപർണയുടെ ആക്ടിങ് ആക്ഷൻസ് ഒക്കെ? അപർണയുടെ ഒക്കെ എങ്ങനെയുണ്ട്? അപർണയുടെ ആക്ഷനും രാജ്ബി ഷെട്ടി എങ്ങനെയുണ്ട്? പൊളിച്ച് ക്യാമറ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്രൈം സ്റ്റോറി നല്ലതായിട്ട് ഡെവലപ്പ് ചെയ്ത് ഒരു ബോറിംഗ് ഒന്നും ഇല്ലാതെ നല്ല സെറ്റാണ്. പൊളിയാണ്. അപർണയൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു. രാജ്ബി ഷെട്ടിയുടെ രണ്ടുപേര് ആക്ഷനൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പറാണ്. സിനിമയിലെ കുറച്ച് കഥാപാത്രങ്ങളല്ലോ, അതിനനുസരിച്ച് ത്രില്ലിംഗ് കുറച്ച് കഥാപാത്രങ്ങളല്ലോ. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ അപർണ ബാലമുരളിയുടെ ആ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇന്ന് വരെ അവരും ചെയ്തിട്ടില്ല, മറ്റുള്ളവരാരും ഇങ്ങനൊരു സർവൈവൽ ടൈപ്പ് സാധനം ചെയ്തിട്ടില്ല. എല്ലാ എന്താ പറയുക ആനിമൽസിനെ, അതായത് മൗസിനെ, ഡോഗിനെ ഹാൻഡിൽ ചെയ്ത മെത്തേഡ് അത് ജിഷോന്റെ ഒരു പെർഫെക്റ്റ് സാധനം തന്നെയാണ് തോന്നുന്നു. പിന്നെ രാജ്ബി ഷെട്ടി സാറായതുകൊണ്ട് തന്നെ ആ ഒരു ക്രൂവൽ സാധനം ഉണ്ടല്ലോ അത് വളരെ നൈസായിട്ട് പ്രസന്റ് ചെയ്യുന്നു. അവരുടെ ആ ഒരു ക്രൂവൽ സാധനം ഉണ്ടല്ലോ മൈൻഡിൽ, അത് വളരെ നൈസായിട്ട് ചെയ്യുന്നു. രാജ്ബി ഷെട്ടിയുടെ ഓരോ പടത്തിലും ഹീറോയിൻസിന് പ്ലേ ചെയ്യാൻ നല്ലൊരു സ്പേസ് അപർണയുടെ ഫൈറ്റ് സീൻസ് ഒക്കെ ഒരു രക്ഷയില്ല. അപർണ ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇതാണ് ഒരു ലെവൽ ഇത് ചിന്തിക്കാൻ പറ്റില്ല. അത്രയ്ക്ക്